നമസ്തേ. എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു തരുന്ന യോഗാസനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഫലവും നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന് കരുതുന്നു. ശിഥിലീകരണ വ്യായാമങ്ങൾക്ക് ശേഷം മാത്രമേ യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്രകാരം നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് രണ്ട് സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ് കാണിക്കുന്നത്. അതിലൊന്ന് പ്രാണായാമമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബാലാസനം എന്ന് പറയുന്ന യോഗാസനമാണ്. അത് പ്രത്യേകിച്ച് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണത്തെ അകറ്റാൻ വേണ്ടിയാണ്. നമ്മൾ കായികമായിട്ടൊക്കെ അധ്വാനിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. അത് മാറ്റാനാണ് നമ്മൾ ബാലാസനം ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കുക, പിന്നെ ഞാനത് പറഞ്ഞുതരാം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്നത് നമ്മൾ കാൽമുട്ടിൽ നിന്നും കാൽ വിരലുകൾ പിന്നിലേക്കായിരിക്കണം. കാൽപ്പത്തികൾ ചേർന്നിരിക്കണം. മുട്ട് ഒരല്പം അകത്തി വെച്ച് അല്പം അകത്തി വെച്ച് പൃഷ്ഠഭാഗം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ ഉറപ്പിക്കുക. പൃഷ്ഠഭാഗം ഉപ്പൂറ്റിയിലാണ് ഇരിക്കേണ്ടത്. കാൽവിരലുകൾ നൂർന്നിരിക്കണം. ഒരു ജാലന്ധര ബന്ധം, അതായത് ഈ നമ്മുടെ കീഴ്ത്താടി നെഞ്ചിലൂടെ അമർത്തി ഒന്ന് ദീർഘശ്വാസം എടുത്ത് ശരീരം വളയാതെ മുന്നോട്ട് കൊണ്ടുപോവുക. കാലിൻ്റെ മസിലിലേക്ക് കിടക്കുക. എന്നിട്ട് നെറ്റി കൊണ്ടുവന്ന് തറയിൽ മുട്ടിക്കുക. ശരീരഭാഗം നമ്മുടെ കാലിനോട് ചേർന്നിരിക്കണം. കൈ രണ്ടും ശരീരത്തോട് ചേർന്ന് നമ്മുടെ കാലിനോട് ചേർന്ന് ഇരിക്കത്തക്ക രീതിയിൽ വെക്കുക. ഇതേ രീതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. 2-3 മിനിറ്റ് ഈ രീതിയിൽ വിശ്രമിക്കുക. ഒരു ശ്വാസം വിട്ടതിന് ശേഷം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. ഇതാണ് ബാലാസനം. എത്ര സമയം നമുക്ക് വിശ്രമിക്കാൻ പറ്റുമോ, നോർമൽ ശ്വാസോച്ഛ്വാസത്തിൽ കിടക്കാൻ പറ്റുമോ അത്രയും സമയം ചെയ്യുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രാണായാമത്തിൽ സൂര്യഭേദന പ്രാണായാമം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സൈനസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരാശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് കപാലഭാതി ചെയ്യാൻ പറഞ്ഞു. അതേ ഗുണം തന്നെ ഇവിടെയും കിട്ടും. ഇവിടെയും സൈനസിനാണ് ഗുണം കിട്ടുക. അത് ചെയ്യുന്ന രീതി ഒന്ന് കണ്ടതിന് ശേഷം പറഞ്ഞുകൊണ്ട് ചെയ്യാം. സുഖാസനത്തിലിരിക്കുക, നമുക്ക് സൗകര്യപ്രദമായ ആസനത്തിലിരിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാണായാമം ചെയ്യുമ്പോൾ നട്ടെല്ല് നൂർന്നിരിക്കണം, ശരീരം നേരെയായിരിക്കണം.
ഇത്രയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരു സുഖാസനത്തിൽ, വജ്രാസനത്തിൽ വേണമെന്നില്ല, അതുപോലെ തന്നെ പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് സാധാരണ ഇരിക്കുന്ന പോലെ, പക്ഷേ നേരെ ഇരിക്കണം, നട്ടെല്ല് നിവർന്നിരിക്കണം. അതിനുശേഷം നമ്മുടെ ഇടത് കൈ ജ്ഞാനമുദ്ര എന്ന് പറഞ്ഞാൽ ഈ പെരുവിരലും ചൂണ്ടുവിരലും പരസ്പരം അമർത്തി പിടിക്കേണ്ട, പതുക്കെ ഒരു കണക്ഷൻ മാത്രമേ വേണ്ടൂ. മറ്റു വിരലുകൾ നിവർന്നിരിക്കണം. ജ്ഞാനമുദ്ര, ഇതിൽ ഇടത് കൈ ജ്ഞാനമുദ്ര, എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, ഇടത് കാൽമുട്ടിൽ വിശ്രമിക്കുക. അതിനുശേഷം വലത് കൈയിൽ വിഷ്ണുമുദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൂണ്ടുവിരലും നടുവിരലും കൂടെ മടക്കുക, ബാക്കി 3 വിരലുകൾ നിവർന്നിരിക്കും. എന്നിട്ട് നമ്മുടെ കൈ ഇവിടെ നെഞ്ചിന് നേരെ കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. ചെയ്യുന്നത് വലത് കൈ കൈപ്പത്തി നമ്മുടെ മുഖത്തിന് അഭിമുഖമായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ മോതിര വിരൽ കൊണ്ട് ഇടത് മൂക്കിനെ പതുക്കെ ഒന്ന് തൊടുക. പതുക്കെ, വളരെ ശക്തിയിൽ അമർത്തി മൂക്ക് വളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കെ ഒന്ന് തൊട്ട് വെച്ചാൽ ആ മൂക്ക് അടയും. ഇനി നമ്മൾ വലത് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഈ മോതിര വിരൽ റിലീസ് ചെയ്ത് ഇടത് മൂക്കിനെ ഓപ്പൺ ചെയ്ത് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് മൂക്ക് ബ്ലോക്ക് ചെയ്യുക, വലത് മൂക്ക് തുറക്കുക, ശ്വാസം വലത് മൂക്കിൽ കൂടെ തന്നെ എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇടത് മൂക്കിൽ കൂടെ റിലീസ് ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ശ്വാസം എടുക്കുന്നത് വലത് മൂക്കിൽ കൂടെ, റിലീസ് ചെയ്യുന്നത് ഇടത് മൂക്കിൽ കൂടെ. ഇത് നേരത്തെ പറഞ്ഞു സൂര്യഭേദന പ്രാണായാമം എന്ന് പറഞ്ഞു. സൂര്യഭേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നാഡീവ്യൂഹങ്ങളാണ് പിംഗള, ഇട. അപ്പോൾ സൂര്യനാഡിക്ക്, പിംഗള നാഡിക്ക്, സുഷുമ്നയിലുള്ള പിംഗള നാഡിക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രാണായാമമാണിത്. ഇത് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ താപനില അല്പം കൂടും. അതുകൊണ്ട് തന്നെ ഈ ലോ പ്രഷറുള്ള ആൾക്കാർക്ക് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു പ്രാണായാമമാണ് നമ്മുടെ സൂര്യഭേദന പ്രാണായാമം. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ശരീരത്തെ തണുപ്പിക്കാനും ഗുണങ്ങളെല്ലാം ഒന്ന് തന്നെ ഉള്ള ഒരു പ്രാണായാമമുണ്ട്. അതിന് പറയുന്ന പേര് ചന്ദ്രഭേദന എന്നാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രിയയാണ് ചെയ്യുക. അത് പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം. കാരണം സൂര്യഭേദനയും ചന്ദ്രഭേദനയും ഒരു ദിവസം തന്നെ ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ശ്വസനക്രിയയെ നമ്മളൊന്ന് ശക്തിപ്പെടുത്തി കൊണ്ടുവരിക. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ആ ഗുണം ഉണ്ടാകട്ടെ. ശരി, നമസ്തേ.